ചെറുതുരുത്തിയിൽ അതിർത്തി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് 2 വീട്ടമ്മമാർക്ക് പരിക്ക്. കൈപ്പഞ്ചേരി സ്വദേശികളായ ജാനകി, പാഞ്ചാലി എന്നിവർക്കാണ് പരിക്കേറ്റത്. സമീപത്തെ വീട്ടുകാർ അതിർത്തി വേലിയിൽ വൈദ്യുതി വയർ ഘടിപ്പിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് ഷോക്കേറ്റവർ പറഞ്ഞു. KSEB ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസും അന്വേഷണം ആരംഭിച്ചു. ചെറുതുരുത്തി കൈപ്പഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. കൈപ്പുറത്തൊടി വീട്ടിൽ 79 വയസ്സുള്ള ജാനകി, പരിസരവാസിയായ തെക്കേപ്പറമ്പ് 63 വയസ്സുള്ള പാഞ്ചാലി എന്നിവർക്കാണ് ഷോക്കേറ്റത്. വേലിയരികിൽ നിന്നിരുന്ന പൂച്ചയെ തട്ടി മാറ്റുന്നതിനിടെ ജാനകിയുടെ കൈ അബദ്ധത്തിൽ വേലിക്കമ്പിയിൽ തട്ടുകയായിരുന്നു. ഷോക്കേറ്റതിനെ തുടർന്ന് വീട്ടമ്മ ബഹളം വെച്ചതോടെയാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പരിസരവാസിയുടെ അതിർത്തിയിലെ വേലിക്കമ്പിയിൽ വൈദ്യുതി വയർ ഘടിപ്പിച്ചതായി കണ്ടെത്തിയത്. അപ്പൊ പൂച്ച കോഴിയെ പിടിക്കണ്ട ഇങ്ങനെ ആട്ടിയപ്പോ ഈ നനവുണ്ട് കയ്യിൽ ചാണകം തെളിക്കുമ്പോ ഇതിലാണ് അടിച്ചപ്പോ ഇങ്ങോട്ട് അടിച്ചു തരിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ നോക്കിയവര് പറഞ്ഞപ്പോ അപ്പൊ ഇതിനെ ഇറത്തിട്ട് കാണാണ്ട് അപ്പോഴാ ഞാൻ മക്കളെ അപ്പൊ വിളിച്ച് പറഞ്ഞപ്പോ അവൻ അയച്ചിട്ടു. അവൻ അയച്ചിട്ട് വീണ്ടും അവൻ അത് ഞങ്ങൾ പോയി അപ്പൊ വീണ്ടും എടുത്ത് കുത്തിയത്. പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവ സ്ഥലത്ത് പഞ്ചായത്ത് അധികൃതരും KSEB ഉദ്യോഗസ്ഥരും എത്തി പരിശോധന നടത്തി. മുൻപും സമാനമായ രീതിയിൽ ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഷോക്കേറ്റ വീട്ടമ്മമാർ പറഞ്ഞു. നിരവധി കുട്ടികൾ സ്ഥിരമായി കളിക്കുന്ന സ്ഥലമായതിനാൽ വലിയൊരു ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായതെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങളുടെ വീടിന്റെ ഉമ്മറത്ത് അടുത്ത വീട്ടിലെ അയൽവാസി ഞങ്ങളുടെ മുറ്റത്തേക്ക് ഇറത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.